ഹലോ, ഐ എം ശില്പ, ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻറ്. അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് 1 വീക്കായിട്ട് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് കുറേ എക്സാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. സോ എൻ്റെ ഫസ്റ്റ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് തേഴ്സ്ഡേ ആണ്, അതും ഒഫ്താൽമോളജി ആണ്. അപ്പം അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളും ഞാൻ വെനസ്ഡേ ആണ് സ്റ്റാർട്ട് ചെയ്തത്. ഞാനും ഒഫ്താലും തമ്മിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ എപ്പോഴും വരാറുണ്ട്. അത് ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പതിവിന് ഒരു തെറ്റും വരാത്ത വിധം തവണയും ഒരു പണി കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ വരുന്ന വഴിയിൽ പറയാം. അപ്പൊ ഉണ്ടല്ലോ, ഇപ്പൊ ഒഫ്താലിലാണെങ്കിൽ ഞങ്ങളുടെ പോർഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇപ്പൊ എല്ലാ വീക്കിലി ഞങ്ങൾക്ക് ഒഫ്താലിലുള്ള പീരീഡില് നമുക്ക് എക്സാംസ് ആണ് കണ്ടക്ട് ചെയ്യാറുള്ളത്. അതായത് ഒരു 3 to 4 ഞങ്ങൾക്ക് വീക്കിലി ഓരോ ചാപ്റ്റേഴ്സ് തരും. എന്നിട്ട് ആ ചാപ്റ്റേഴ്സിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 6 മാർക്ക് ക്വസ്റ്റ്യനും ഒരു 4 മാർക്ക് ക്വസ്റ്റ്യനും ഞങ്ങൾക്ക് എക്സാം ആയിട്ട് കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു എക്സാം ആണ് ഈ ഒരു തേഴ്സ്ഡേയും വരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഈ ആഴ്ച തന്നിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കഞ്ചൻറ്റേവയാണ്. അപ്പൊ ഇതിപ്പോ എക്സാമിന്റെ തലേന്നായത് കൊണ്ടും പിന്നെ ഞങ്ങളുടെ ഫാക്കൽറ്റീസ് ഞങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുക, ആ ക്വസ്റ്റ്യൻസ് നമ്മൾ നന്നായിട്ട് പഠിക്കുക, അതിനുശേഷം ബാക്കിയുള്ളത് പഠിച്ചാൽ മതി എന്നാണ്. സോ അതുകൊണ്ട് തന്നെ നേരെ തന്നെ ഡെസിഫർ എടുത്തു. അതിൽ കഞ്ചൻറ്റേവയിൽ പ്രീവിയസ് ഇയർ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഏതൊക്കെയാണോ അതാണ് ഞാൻ ആദ്യം പഠിക്കാൻ വേണ്ടി പോകുന്നത്. അത് മാത്രമല്ല, ഫുൾ കോൺസെൻട്രേഷൻ പഠിത്തത്തിൽ മാത്രം നിൽക്കാൻ വേണ്ടി ടൈമറും കൂടെ വെച്ചിട്ടാണ് ഞാൻ പഠിക്കുന്നത്. ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയുന്ന കാര്യമാണ്, ഈ ഒഫ്താലും ഞാനും തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. കാരണം ഒഫ്താലിന് പഠിത്തമായിട്ട് വരുന്ന രീതിയിൽ ഒരിക്കലും ഒരു നല്ലൊരു പോസിറ്റീവ് ഒരു സംഭവം എനിക്ക് എപ്പോഴും കിട്ടാറില്ല. അതെന്താന്ന് എനിക്കറിയത്തില്ല. അപ്പം അതുപോലെ തന്നെയായിരുന്നു ഈ ഒരു എക്സാമിനും. അപ്പം ഇതിപ്പോൾ ഞങ്ങൾക്ക് 4ാമത്തെ ടെസ്റ്റാണ് ഈ പറഞ്ഞ ടോപ്പിക്സ് തന്നിട്ട് നടത്തുന്നത്. അപ്പൊ ആദ്യത്തെ എക്സാം എന്ന് പറയുന്നത് ലെൻസ് ആയിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴായിരുന്നു ഞാൻ ചെന്നൈയിൽ പോയിരുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ആഴ്ച വന്നത് ഗ്ലോക്കോമ ആയിരുന്നു. അപ്പൊ മുമ്പത്തെ എക്സാം എഴുതാനൊന്നും പറ്റാത്തതുകൊണ്ട് ഇത്തവണ നന്നായിട്ട് പഠിച്ചിട്ട് എഴുതി. അതുകൊണ്ട് അത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. എനിക്ക് നന്നായിട്ട് അറിയുന്നതായിരുന്നു, അത് നന്നായിട്ട് എഴുതാനും വേണ്ടി പറ്റി. അത് കഴിഞ്ഞ് വന്നതായിരുന്നു റെറ്റിന ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒഫ്താലിന്റെ പോസ്റ്റിങ്ങിന്റെ സമയത്തായിരുന്നു ആ ഒരു ടോപ്പിക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ഇരുന്ന് പഠിച്ച് കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എക്സാം പോസ്റ്റ്പോൺ ചെയ്തു. ആ പോസ്റ്റ്പോൺ ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ENTയുടെ പോസ്റ്റിങ്ങിന്റെ സമയത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥത കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ഒരു ടോപ്പിക്കൊക്കെ ഞാൻ വായിച്ചിട്ടായിരുന്നു പോയത്. അപ്പൊ 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതിൽ അതിൽ ഒരെണ്ണം അറിയുന്നതായിരുന്നു, ഒരു 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. 4 മാർക്കിന്റെ അറിയത്തില്ലായിരുന്നു. അപ്പൊ അതങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് 4ാമത്തെ എക്സാമിനുള്ളതാണ് ഞാൻ ഇപ്പൊ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഞ്ചൻറ്റേവ ആയിരുന്നു. അപ്പൊ മുമ്പത്തെ എക്സാം എനിക്കൊരു ഓക്കെ ഫീലിംഗ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാം എനിക്ക് നന്നായിട്ട് പഠിച്ച് എഴുതണം എന്നൊരു നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ കഞ്ചൻറ്റേവ കമ്പാരിറ്റീവ്ലി കുറച്ച് ഈസിയാണ്. പിന്നെ കൂടുതലായിട്ടും കുറെ ടോപ്പിക്സ് തന്നെ റിപ്പീറ്റ് അടിച്ച് വരുന്നതും കൂടെ ആയതുകൊണ്ട് പഠിക്കാൻ ഒരു നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നല്ലപോലെ പഠിക്കണമെന്നൊക്കെ വിചാരിച്ച് ഞാനിതാ നല്ല കട്ടക്ക് ഇരുന്നൊക്കെ പഠിക്കായിരുന്നു. അപ്പൊ അതാ വീണ്ടും ഞങ്ങളുടെ എക്സാം പോസ്റ്റ്പോൺ ചെയ്തു. അപ്പം ഈ പോസ്റ്റ്പോൺ ചെയ്ത ദിവസം എന്ന് പറയുന്നത് അതായത് അടുത്ത വ്യാഴാഴ്ച ആയിരുന്നു. അപ്പം അതിന്റെ തലേന്നാണ്, അതായത് ബുധനാഴ്ചയാണ് എനിക്ക് പനി പിടിക്കുന്നത്. അതായത് കട്ടിലിന്ന് എനിക്ക് തല പൊക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിപ്പോയി. അതും കൂടാഞ്ഞിട്ട് കഞ്ചൻറ്റേവയും പ്ലസ് കോർണിയയും കൂടെ അഡീഷണൽ ആയിട്ട് ഒരു ടോപ്പിക്കും കൂടെ ഇട്ടു. അപ്പൊ ഈ കോർണിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, കുറെ ഉണ്ട്. അപ്പം അതുമായി ഇതുമായി പനിയുമായി മൊത്തത്തിലായപ്പോഴേക്കും പഠിക്കാനും പറ്റില്ല. പിന്നെ ഒഫ്താലിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ എക്സാമിന്റെ തലേന്ന് ഒരു തവണയെങ്കിലും നോക്കിയില്ലെങ്കിൽ നമുക്ക് ഒന്നും എഴുതാൻ വേണ്ടി പറ്റത്തൂല്ല. അങ്ങനെ ഒരു അവസ്ഥയും കൂടെ ഒഫ്താലിനുണ്ട്. അതുകൊണ്ട് ആ ഒരു എക്സാമിന്റെ എന്തായാലും എനിക്ക് എക്സാം അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അറ്റൻഡൻസും പോകും. പിന്നെ വേണ്ട, ഫെയിൽ ആയാലും എന്തായാലും നമുക്ക് എക്സാം എഴുതണം, ആ ഒരു മെന്റാലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അങ്ങ് വെറുതെ പോയി എഴുതുമായിരുന്നു. രാവിലെ നമുക്ക് പഠിക്കാനുള്ള ടൈമൊക്കെ ഉണ്ടായിരുന്നു. പോസ്റ്റിങ്ങിന്റെ ഇടയിൽ നമുക്ക് ഫ്രീ ആവുന്ന സമയത്ത് നോക്കായിരുന്നു. പക്ഷെ എനിക്ക് ഒട്ടും വയ്യായിരുന്നു. ഞാൻ അന്ന് തന്നെ ഹോസ്പിറ്റലിൽ കാണിച്ച് പിന്നെ മരുന്ന് മേടിച്ച് ഞാൻ വെറുതെ ഇരിക്കുമായിരുന്നു ചേരുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം അത്യാവശ്യം നല്ലപോലെ ഡെഡിക്കേറ്റ് ചെയ്തായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. അതിപ്പോ അങ്ങനെ ആയിപ്പോയി. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എക്സാമിന് സമയത്ത് ഒരൊറ്റ
ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, 5 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഈ പറഞ്ഞ പോലെ കോപ്പിടിയും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പം നമുക്ക് ആ 5 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുമ്പോഴേക്കും നമുക്ക് ഏത് ക്വസ്റ്റ്യൻ, അതായത് ചാപ്റ്ററിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. സോ അപ്പൊ നമ്മുടെ എക്സാം എന്ന് പറയുന്ന ഒരു ലക്കും കൂടെ ബേസ്ഡ് ആണ്. കാരണം ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ചിലപ്പം നമുക്ക് ഈസി ആയിട്ടുള്ളതും അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം, അതല്ലെങ്കിൽ കോമൺ അല്ലാത്ത ക്വസ്റ്റ്യനും ആകാം. ഇതൊക്കെ നമുക്കുള്ള ഒരു ലക്കും കൂടെയാണ് ഇരിക്കുന്നത്. എന്തായാലും അന്നത്തെ ദിവസം ഫിസിക്കലി മെന്റലി മൊത്തത്തിൽ എനിക്ക് ഉള്ളൊരു ദിവസം അല്ലായിരുന്നു. ഈ വീഡിയോയിൽ ഇട്ട എഫൗട്ടിനുള്ള ഒരു റിസൾട്ടും കാര്യങ്ങളൊന്നും കിട്ടിയൊന്നുമില്ല. പിന്നെ ആകപ്പാടെ എനിക്കൊരു മോട്ടിവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഒഫ്താലിലെ എൻ പോസ്റ്റിംഗ് എക്സാം അത്യാവശ്യം എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പൊ അതെനിക്കൊരു കോൺഫിഡൻസ് തരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ നടക്കുന്ന ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും മനസ്സിൽ കയറ്റി അത് എഫക്റ്റഡ് ആക്കണ്ട എന്ന് തന്നെയാണ് ഞാൻ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അന്നത്തെ ദിവസത്തെ, അതായത് ബുധനാഴ്ചത്തെ എക്സാം പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ദിവസത്തേക്ക് പോവാം. സോ അപ്പൊ ഇന്ന് തേഴ്സ്ഡേ, അപ്പം നാളെ ഫ്രൈഡേ എനിക്ക് ENTയുടെ എക്സാം ആണ്. സത്യം പറഞ്ഞാൽ എക്സാം അല്ല, വൈവയാണ് ഉള്ളത്. അപ്പം അതിന് 2 ഐറ്റംസ് ആണ് ഉള്ളത്. ഒന്ന് നമുക്ക് CSOMന്റെ കോംപ്ലിക്കേഷൻ, സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ മിഡിൽ ഇയർ ഇൻഫെക്ഷന്റെ കോംപ്ലിക്കേഷൻ, അതും പിന്നെ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. സംഭവം ഇത് വൈവ ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ പഠിക്കണം. കാരണം മറ്റതൊക്കെ എഴുത്തായതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ട് അങ്ങ് പോവാം. ഇത് നമ്മൾ ഡയറക്റ്റ് ഫാക്കൽറ്റി ആയിട്ട് ഒരു ഇന്ററാക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയണം, അതല്ലെങ്കിൽ നമുക്കൊരു നാണക്കേടാണ്. സംഭവം നമ്മൾ കുറെ സോറികളും കാര്യങ്ങളൊക്കെ പറയുന്നെങ്കിലും നമുക്ക് ഫൈനൽ ഇയർ എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സോ അതിന്റെ ഒരു പ്രാക്ടീസ് ആണ് ഇത്. അതുകൊണ്ട് തന്നെ വൈവ അത്യാവശ്യം നല്ലപോലെ തന്നെ ചെയ്യണം. ഫൈനൽ ഇയർ കയറിയതിനു ശേഷം കുറെ വൈവ തന്നെയാട്ടോ. അതായത് എല്ലാ പോസ്റ്റിങ്ങിലും നമുക്ക് സ്ഥിരമായിട്ട് വൈവ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ടെൻഷനുള്ള പരിപാടിയാണ്. പിന്നെ ലാസ്റ്റ് യൂണിവേഴ്സിറ്റി ആകുമ്പോൾ നമുക്ക് യൂസ്ഫുൾ ആവും. ഈ ഒരു എക്സ്പോഷർ കിട്ടി. അപ്പൊ നിങ്ങൾക്ക് ഈ ബുക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇന്റേണൽ എക്സാമിന്റെ സമയത്ത് നമുക്ക് UQ ചോദിച്ചിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി ഈ മൊത്തം ചാപ്റ്റർ ആയിട്ട് ഞാൻ പഠിച്ചിട്ടില്ല. കാരണം കോംപ്ലിക്കേഷൻ ഓഫ് CSOM എന്ന് പറയുന്നത് ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ ഞാൻ ഓർത്ത് കുറച്ചേ കാണത്തുള്ളൂ, നോക്കിയപ്പോഴേക്കും എന്താ ഇത്രയും ഉണ്ട്, ഏകദേശം 5-6 പേജ് ഉണ്ട്. ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ലാതായിരുന്നു ഞാൻ അന്ന് പഠിച്ചുകൊണ്ടിരുന്നത് തുടക്ക ടൈമില്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ വൈവ, അതിന്റെ ഒരു പേടി. രണ്ടാമത് ഞാൻ ഫ്രഷ് ആയിട്ട് പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ഈ പഠിച്ചതൊക്കെ മറന്നു പോകുന്നുള്ളൊരു ടെൻഷനാണ്. കാരണം ആദ്യമായിട്ടല്ലേ പഠിക്കുന്നത്. അത് 2-3 തവണയെങ്കിലും ഒന്ന് വായിച്ചാലേ ഓർത്തിരിക്കത്തുള്ളൂ. അതും ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ. ഇതെല്ലാം കൂടെ ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന ഓർത്തിന് ഒട്ടുമേ പറ്റുന്നില്ലായിരുന്നു. ഒരു ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു എനിക്ക് പഠിക്കാൻ വേണ്ടി. അതിന്റെ കൂട്ടത്തില് ENTയിലെ പ്രീവിയസ് ബാച്ചിൽ ഉണ്ടായിരുന്ന എന്റെ ഫ്രണ്ട്സിന് മെസ്സേജ്. അപ്പൊ അവര് പറഞ്ഞു അവരെവിടെ വേണമെങ്കിലും ചോദിക്കാം. ഞാനോട്ട് ഇനി ഹെഡിങ്സ് മാത്രം പഠിച്ചാൽ മതിയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞില്ല, അവരെവിടെ വേണമെങ്കിലും ചോദിക്കാം, ഒരു തവണയെങ്കിലും ഫുള്ളൊന്ന് വായിച്ചു എന്നൊക്കെ പറഞ്ഞു. അതോടെ ആയപ്പോഴേക്കും പിന്നെയും ടെൻഷനായി. പിന്നെ കുറച്ച് പഠിച്ച് വന്നപ്പോഴേക്കും കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് കുഴപ്പമില്ല, ഒരു ഫോമിലെത്തി, കുറെയൊക്കെ കവർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ഓർമ്മയുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും ട്വിസ്റ്റ് എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പൊ ഞങ്ങൾക്ക് നാളെ എന്ന് പറയുമ്പോൾ ഇതിന്റെ വൈവയും ഇൻസ്ട്രുമെന്റ്സിന്റെ വൈവയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ ചെന്നപ്പോഴാണ് പറഞ്ഞ ഇൻസ്ട്രുമെന്റ്സിന്റെ വൈവ മാത്രമേ ഉള്ളൂ, കോംപ്ലിക്കേഷൻസ് അടുത്ത ബുധനാഴ്ചയാണെന്ന് പറഞ്ഞു. ക്ലാസ്സിൽ നിന്ന് അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇൻസ്ട്രുമെന്റ്സ് മാത്രം ഇനി കോൺസെൻട്രേറ്റ് ചെയ്താൽ മതിയല്ലോ എന്ന് ഓർത്തു. പക്ഷെ എനിക്ക് അടുത്ത ആഴ്ച പനി പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ENTയുടെ ഒരു ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മുടെ തലയിൽ ഇരിക്കും. ഈ പറഞ്ഞ പോലെ ഒഫ്താലിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ പഠിച്ച് 2 സെക്കൻഡ് കഴിയുമ്പോൾ മൊത്തത്തിൽ മറന്നു പോകുന്ന അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അപ്പൊ ഇപ്പൊ ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം ക്ലാസ്സിൽ ചെന്നപ്പം എന്റെ ഫ്രണ്ട്സ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത ബുധനാഴ്ച ആയിരുന്ന സമയത്ത് എനിക്ക് പഠിക്കാൻ ഒന്നുമേ വയ്യായിരുന്നു. ഞാൻ ബുക്ക് പോലും ഇങ്ങനെ തുറന്നു വെച്ച് വെറുതെ ഇരിക്കുമായിരുന്നു. പക്ഷെ എന്തൊക്കെയൊക്കെ എനിക്ക് പറയാൻ വേണ്ടി പറ്റി. അതായത് കഴിഞ്ഞ ആഴ്ച പഠിച്ച ഓർമ്മയിൽ എന്തൊക്കെയൊക്കെ പറയാൻ വേണ്ടി പറ്റി. ആ ഒരു കേസിൽ എനിക്ക് ENT ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ പഠിച്ചാൽ അവിടെ തന്നെ ഇരുന്നോളൂ, മറന്നു പോകത്തില്ല. MBBS സ്റ്റുഡൻസിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് ആണ് നമ്മൾ പഠിച്ചൊന്നും ഓർമ്മയില്ല, ഒന്നും ഓർമ്മ കിട്ടുന്നില്ല എന്നൊക്കെ.
അപ്പൊ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാത്രമല്ല ചില സമയത്ത് സബ്ജക്ട്സിന്റെ പ്രശ്നം കൊണ്ട് നമുക്ക് ഈ ഒരു അവസ്ഥ വരാം, മറന്നു പോകുന്നത്. അപ്പൊ അങ്ങനത്തെ ഓരോ സബ്ജക്റ്റുകൾ മനസ്സിലാക്കി നമ്മൾ പഠിച്ചാൽ മതി. ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചിലപ്പോൾ ഈ ഒഫ്താല് എനിക്ക് ഭയങ്കര പാടെന്നല്ല പഠിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ പെട്ടെന്ന് മറന്നു. അപ്പം നമുക്കത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് റിവിഷൻ ചെയ്യുക. അങ്ങനെ അത് മനസ്സിലാക്കി ഓരോ സബ്ജക്റ്റിനെ മനസ്സിലാക്കി നമ്മൾ പഠിച്ചാൽ മതി. അതായത് ഇപ്പൊ നമുക്ക് ഒരേ രീതിയിൽ തന്നെ എല്ലാ സബ്ജക്റ്റും പഠിക്കാൻ വേണ്ടി പറ്റത്തില്ല. നമുക്ക് നല്ല ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് ഉണ്ടായിരിക്കും, ഈസി ആയിട്ടുള്ളതായിരിക്കും. അപ്പൊ നമ്മൾ രണ്ടിനെ രണ്ട് രീതിയിൽ വേണം നമ്മൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി. അല്ലാണ്ട് നമ്മളിപ്പം ഈ പറഞ്ഞിട്ടുള്ള അത് പറ്റുന്നില്ല ഇത് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളത് മനസ്സിലാക്കിയിട്ട് ഓരോന്നും എങ്ങനെയാണ് പഠിക്കേണ്ടത് നോക്കുക. അപ്പൊ ഞാനാണെങ്കിൽ പോലും എനിക്ക് ചില സബ്ജക്റ്റ് വായിച്ച് പഠിച്ചാൽ മതിയാവും, പക്ഷെ ചിലത് എഴുതി പഠിക്കണം. അപ്പൊ അങ്ങനെ ഓരോന്നും മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ ഒരു സബ്ജക്റ്റ് മനസ്സിലാക്കി നമ്മൾ പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് പോകാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് ഉണ്ടായിരുന്നത് ഇൻസ്ട്രുമെന്റ്സ് ആയിരുന്നു. ഇൻസ്ട്രുമെന്റ്സിന്റെ ആയിരുന്നു പറഞ്ഞാൽ നമ്മൾ ഈ ഓം ശാന്തി ഓഷാനിക്കകത്ത് നസ്രയുടെ സംഭവം അതുപോലെ തന്നെയാണ്. കുറെ ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ ഫ്രണ്ടിൽ വെക്കും. അപ്പൊ അതിലേതെങ്കിലും ഇഷ്ടമുള്ള ഒരു ഇൻസ്ട്രുമെന്റ് നമുക്ക് എടുക്കാം. എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യണം. അതിന്റെ യൂസ് എന്താണ്, അതിന്റെ പാർട്സ് എന്തൊക്കെയാണ്, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ ഓരോ ഫാക്കൽറ്റി അനുസരിച്ച് മാറും. അപ്പൊ ഞങ്ങൾക്ക് അന്ന് 3 പേര് വൈവയ്ക്ക് ഉണ്ടായിരുന്നു. അതില് കുറച്ചുപേര് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് എടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിരുന്നു. പക്ഷെ എന്റെ ഫാക്കൽറ്റി എന്നോട് ഞങ്ങൾക്ക് ഏകദേശം ഒരു 12ഓളം ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടായിരുന്നു. ആ 12 ഇൻസ്ട്രുമെന്റ്സിന്റെ പേരും യൂസും അതിന്റെ ഓരോ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഫുള്ള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അത്യാവശ്യം ഒന്ന് സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പഠിച്ചതിന്റെ ഒരു റിസൾട്ട് കിട്ടിയെന്ന രീതിയിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പൊ വിചാരിച്ച പോലെ അന്നത്തെ പഠിത്തവും കാര്യങ്ങളൊക്കെ നടന്നു. അപ്പൊ അത്രയായിരുന്നു തേഴ്സ്ഡേ ഉണ്ടായിരുന്നു. നമുക്ക് ഇനി അടുത്ത ദിവസം കാണാം. സോ അപ്പം ഇതെന്ന് പറയുന്നത് ഒരു എക്സാം പ്രിപ്പറേഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല, സെമിനാർ പ്രിപ്പറേഷൻ ആണ്. അപ്പം എനിക്ക് സാറ്റർഡേ എനിക്കൊരു സെമിനാർ പ്രസന്റേഷൻ ഉണ്ട്. അതും ENT ആണ്. അപ്പം അത് നമ്മുടെ ക്ലാസ്സിൽ, അതായത് നമ്മുടെ മൊത്തത്തിൽ ക്ലാസ് ആണ്, ക്ലിനിക്സിലെ അല്ല, നമ്മുടെ ക്ലാസ്സിലുള്ള സെമിനാർ ആണ്. അപ്പം എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രാത്രി ഇരുന്ന് അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. കാരണം മൊത്തം ക്ലാസ്സിന്റെ ഫ്രണ്ടിലാണല്ലോ, അതുകൊണ്ട് എങ്ങനെയൊന്ന് വായിച്ചൊന്ന് സെറ്റാക്കി വെക്കും. ഞാൻ അവിടെ ചെന്നിട്ട് തെറ്റണ്ടെന്നൊക്കെ ഓർത്തിട്ട്. അപ്പൊ അങ്ങനെ വേണ്ടി ഞാൻ ഓൾറെഡി PPT കുറച്ച് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ബാക്കിയൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഓർത്തെടുത്തപ്പോഴാണ് ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്തെല്ലാം കൂടെ പോയിട്ടുണ്ട്. ഇനി എനിക്ക് ഫസ്റ്റ് മുതലേ ഇരുന്ന് PPT ഉണ്ടാക്കണം. അപ്പൊ അതിന്റെ ഒരു പ്രിപ്പറേഷനാണ് ഇതായി കാണുന്നത്. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ടും വയ്യ. സമയം എന്തോ 12:30 അത്രയും കണ്ട് ആയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് കിടന്ന് ഉറങ്ങാലോ എന്ന് ഓർത്ത് നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു പണി കിട്ടിയിരിക്കുന്നത്. പിന്നെ അതിനുശേഷം പിന്നെ കുറച്ച് അഡീഷണൽ വേറെ പോയിന്റ്സും കാര്യങ്ങളും, എനിക്കൊരു ട്രീറ്റ്മെന്റ് പാർട്ടായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. റിട്രോഫാരൻജൽ ആബ്സസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. അപ്പൊ അതിലൊരു ട്രീറ്റ്മെന്റ് ആണ് എനിക്ക് കിട്ടിയ പാർട്ട്. അപ്പൊ അതിലിനി കുറച്ച് പോയിന്റ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ട്. അപ്പൊ മൊത്തത്തിൽ ഒരു പുതിയ PPT ഉണ്ടാക്കുന്ന പോലെ തന്നെയായിരുന്നു. പിന്നെ നാളെ സെമിനാർ പ്രസന്റ് ചെയ്യുന്ന ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ക്ലിനിക്സിലാണെങ്കിൽ നമുക്ക് കുറെ വർഷമായിട്ട് അറിയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു 25-30 പേരാണ് ക്ലിനിക്സിൽ. അതായത് സെക്കൻഡ് ഇയർ തൊട്ട് ഇപ്പൊ ഫൈനൽ ഇയർ വരെ നമുക്ക് അറിയുന്ന ആൾക്കാർ. നമ്മൾ എന്ത് പൊട്ടത്തരും മണ്ടത്തരും ഒക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു വൈബിൽ അങ്ങ് സെറ്റ് ചെയ്ത് പോകുന്ന ആൾ. ഇതിപ്പോ മൊത്തത്തിൽ ക്ലാസിന്റെ ഫ്രണ്ടിലാകുന്ന സമയത്ത്, അതായത് 150-155 അത്രയും സ്റ്റുഡൻസിന് മുന്നിൽ പെട്ടെന്ന് അതിന്റെ ഒരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ അവിടെ പോയി നിന്ന് കഴിഞ്ഞപ്പോഴേക്കും അതങ്ങ് മാറി. ആദ്യത്തെ ഒരു 2 സ്ലൈഡൊക്കെ വായിക്കുമ്പോഴേക്കും നമുക്ക് അതങ്ങ് പൊക്കോളും. ഇത് വലിയ ടോപ്പിക് ആയതുകൊണ്ട് ഞങ്ങൾ 3 പേരാണ് പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ ബാക്കി ആൾക്കാരുടെ PPT സെൻഡ് ചെയ്ത് തന്നു. അതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തു. എന്നിട്ട് ഒരു റൗണ്ട് ഞാനൊന്ന് വായിച്ചു നോക്കുകയാണ് എങ്ങനായിരിക്കും ഞാൻ അവിടെ ഫ്രണ്ടിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന്. അപ്പൊ അതോടെ കഴിഞ്ഞപ്പോഴേക്കും ഇത്രയും വർക്ക് ലോഡ് ഉണ്ടായിരുന്ന ഒരാഴ്ച അങ്ങനെ കടന്നുപോയി. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടെൻഷനുള്ള ഒരാഴ്ചയായിരുന്നു കേട്ടോ. എക്സാംസ്, വൈവ, സെമിനാർ, അങ്ങനെ കുറെ പണി ഉണ്ടായിരുന്നു. അതിന്റെ കൂടുതൽ ടെൻഷൻ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അന്നത്തെ വീക്കെൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും എൻജോയ് ചെയ്ത ഒരു വീക്കെൻഡ് ആയിരുന്നു. അപ്പൊ അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. ബൈ.